ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയെങ്കിൽ പോലും അതിൽ നിന്നൊരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 22,345 എന്നുള്ള റേഞ്ചിലായിരുന്നു ഓപ്പണിംഗ് നൽകിയത്. അതായത് 22,400 എന്നുള്ളൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഓപ്പണിംഗ് നൽകിയത്. ആഗോള വിപണികളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ട്രെൻഡ് ഫോളോ ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് അവസാന മണിക്കൂറുകളിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നു. നല്ലൊരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചു. 22,522 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിച്ചു. തുടർന്ന് 37 പോയിന്റിന്റെ നേട്ടത്തിൽ 22,497.9 എന്നുള്ള റേഞ്ചിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും ICICI ബാങ്ക് പോലുള്ള ഹെവി വെയ്റ്റ്സ് ഒക്കെ അവസാന നിമിഷങ്ങളിൽ വലിയൊരു പിന്തുണ നൽകിയിട്ടുള്ളതായി കാണാം. ട്രെൻഡായിരുന്നു ഏറ്റവും അധികം ലീഡ് ചെയ്തത്. 4% നേട്ടം ട്രെൻഡിന് രേഖപ്പെടുത്താൻ സാധിച്ചു. BPCL, സൺ ഫാർമ, BEL ഓഹരികളിലൊക്കെ നമുക്ക് നല്ലൊരു മുന്നേറ്റം കണ്ടിരുന്നു. പക്ഷേ ഇൻഡസ്ഇൻഡ് ബാങ്ക് വലിയൊരു ക്രാഷാണ് സ്റ്റോക്കിൽ നമുക്ക് കണ്ടത്. 27% ഒരു നഷ്ടം ആ ഒരു സിംഗിൾ ഡേയിൽ കമ്പനി അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഓഹരികളിൽ രേഖപ്പെടുത്തി. 27% നഷ്ടം തന്നെയാണ് ഓഹരി ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഫോസിസ് ആണ് മറ്റൊരു ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരി. ഒപ്പം ബജാജ് ഫിനാൻസ്, മഹീന്ദ്ര, പവർ ഗ്രിഡ് പോലുള്ള ഓഹരികളൊക്കെ തന്നെ ഒരു ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ആ ഒരു ഇമ്പാക്ട് ബാങ്കിങ് സൂചികയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. നിഫ്റ്റി ബാങ്ക് സൂചിക 362 പോയിന്റിന്റെ നഷ്ടത്തിൽ 47,853 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ 48,029 ആണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് കൂടാതെ AU ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ ഓഹരികളിലും നമുക്കൊരു ഇടിവാണ് കണ്ടത്. ICICI ബാങ്ക് 2% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം കനറ ബാങ്ക്, കൊട്ടക് ബാങ്ക്, SBI, ഫെഡറൽ ബാങ്ക് ഓഹരികളിലൊക്കെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തതെന്ന് കാണാം. ആദ്യമായിട്ട് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽസ് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ 22,700 ടു 22,800 എന്നുള്ളൊരു ലെവൽ തന്നെയാണ്. ഈ ഒരു 22,700 എന്നുള്ളൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഇൻഡെക്സിൽ നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം കടന്നു വന്നു എന്നുള്ളൊരു ലെവലിലോട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഡൗൺ സൈഡിൽ പ്രധാനമായിട്ടും അനലിസ്റ്റുകൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 22,315 എന്ന റേഞ്ചാണ്. LKP സെക്യൂരിറ്റീസിലെ രൂപക് പറയുന്നത് ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ 22,400 എന്നൊരു ലെവലാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം 22,660, 22,700 എന്നുള്ള റേഞ്ചിൽ നമുക്ക് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഒരു ഷോർട്ട് ടേമിലേക്ക് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 22,700 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് നിഫ്റ്റിയിലൊരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുകയുള്ളൂ. 23,000 എന്നൊരു ലെവലിലോട്ട് എത്താനുള്ള സാധ്യതയും കൂടുതലാണെന്ന് രൂപക് അഭിപ്രായപ്പെടുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് 48,500 എന്നുള്ള റേഞ്ചാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സപ്പോർട്ടായിട്ട് 47,450, ഒപ്പം 47,200 ലെവലുകൾ സപ്പോർട്ടായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഗ്ലോബൽ മാർക്കറ്റ്സ് ആണ്. ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നിപ്പോൾ മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 7 പോയിന്റിന്റെ നഷ്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. 22,533.5 റേഞ്ചിലാണ് ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. US വിപണി കഴിഞ്ഞ സെഷനിലും ഒരു നെഗറ്റീവ് ടോണിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 0.76% നഷ്ടം രേഖപ്പെടുത്തി 5,572.07 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 478 പോയിന്റിന് നഷ്ടം കഴിഞ്ഞ സെഷനിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം നാസ്ഡാക്ക് 0.18% ഒരു ഇടിവിൽ 17,436.1 എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ട അൺസർട്ടൈനിറ്റീസിൽ യാതൊരു സൊല്യൂഷൻസും ഇപ്പോൾ തുടരാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ US മാർക്കറ്റിൽ നമുക്ക് വളരെയധികം ഒരു വോളറ്റിലിറ്റി അല്ലെങ്കിൽ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏഷ്യൻ വിപണികളിൽ നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് കാണുന്നത്. പല സൂചികകളിലും നേട്ടം തുടരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ചില സൂചികകളിലൊക്കെ ഇടിവ് തന്നെയാണ് കാണുന്നത്. തായ്വാൻ വൈറ്റഡൊക്കെ 1% നേട്ടം ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. കോസ്പിയിലും 1.5% മുന്നേറ്റം നമുക്ക് പ്രകടമാണ്. അടുത്തതായി ഇന്ത്യ വിക്സ് നോക്കാം. ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 0.63% മുന്നേറ്റം രേഖപ്പെടുത്തി 14.07 ലെവലിലാണ് സെറ്റിലായിരിക്കുന്നത്. FIIസിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ നെറ്റ് സെല്ലേഴ്സായിട്ട് തന്നെയാണ് തുടർന്നിരിക്കുന്നത്. 2,823 കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വിറ്റൊഴിച്ചിരിക്കുന്നത്. DIS അതേസമയം 2,202 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്.
അവസാനമായിട്ട് നമുക്കിന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം. അതിൽ HDFC ബാങ്ക് നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ്. ബാങ്കിനെ സംബന്ധിച്ച് അവർ 7,000 കോടി രൂപയുടെ ഹൈ കോസ്റ്റ് ബോണ്ട് തിരികെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്കിന്ന് HDFC ബാങ്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഭാരതി എയർടെൽ ആണ് മറ്റൊരു സ്റ്റോക്ക്. ഭാരതി എയർടെലിനെ സംബന്ധിച്ച് അവർ എലോൺ മസ്കിൻ്റെ SpaceXുമായിട്ട് ഒരു ഡീല് ഉറപ്പിച്ചിട്ടുണ്ട്. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഇപ്പോൾ അവരൊരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. അത് ഭാരതി എയർടെലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. സോ ഭാരതി എയർടെൽ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. അദാനി എൻ്റർപ്രൈസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. അദാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് മറ്റൊരു റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് കൂടി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 36,000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റിലാണ് ഇപ്പോൾ അവരിപ്പോൾ തയ്യാറായിരിക്കുന്നത്. സോ അദാനി എൻ്റർപ്രൈസിനും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. പിന്നെ നെസ്ലെ ഇന്ത്യ ആണ് അടുത്തൊരു സ്റ്റോക്ക്. നെസ്ലെ ഇന്ത്യയെ സംബന്ധിച്ച് അവർക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പുമായിട്ട് ടൈപ്പ് ആയി എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സോ നെസ്ലെ ഇന്ത്യ നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് PB ഫിൻടെക് ആണ്. PB ഫിൻടെക്കിനെ സംബന്ധിച്ച് PB ഹെൽത്ത് കെയർ സർവീസിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതായി അറിയിച്ചിട്ടുണ്ട്. 696 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് അറിയിച്ചിരിക്കുന്നത്. TCS ആണ് മറ്റൊരു സ്റ്റോക്ക്. TCSനെ സംബന്ധിച്ച് ദർശിത സദേൺ ഇന്ത്യ ഹാപ്പി ഹോംസിനെ അവർ ഏറ്റെടുത്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. 100% ഓഹരികളും ഏറ്റെടുത്തതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2,250 കോടി രൂപയ്ക്കാണ് ഈ ഒരു അക്വിസിഷൻ നടത്തിയതെന്നാണ് TCS ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. RVNL നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. RVNLനെ സംബന്ധിച്ച് അവർക്കൊരു പ്രൊജക്റ്റ് ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. 554.64 കോടി രൂപയുടെ ഓർഡറാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നതെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്.